നല്ല രുചിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് റെസിപ്പിയാണ് ഫിഷ് കൊണ്ടാട്ടം. നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഫിഷ് കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം മുഴുവനായി കാണണം. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേദര എന്ന് പറയുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോനുണ്ട്. കേദര തന്നെയാണോ എല്ലാവരും പറയുകയെന്ന് എനിക്കറിയില്ല. ഏത് മീനായാലും കുഴപ്പമില്ല. നല്ല ദശകട്ടിയുള്ള മീനെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇത് ചുമന്ന മുളകിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിയ ശേഷം അരച്ചെടുത്തതാണ്. തിളപ്പിച്ചരച്ച വെള്ളം വേണമെങ്കിൽ ഒരല്പം ചേർക്കാം. എന്നിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. ഇത് ഇങ്ങനെ അരച്ചിട്ട് നമുക്ക് ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഒരു കേടും വരില്ല. അങ്ങനെ ആ ഒരു മുളകിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ട് ചേർക്കാം, മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ 1 ടീസ്പൂൺ വിനിഗറും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ വളരെ കുറച്ച് എണ്ണയെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് അതിൽ വറുത്ത് കോരി എടുത്താലും മതി. അപ്പോൾ അങ്ങനെ ഈ മീനെല്ലാം ഈ പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ആ ബെല്ലിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ടച്ച് ചെയ്തോളൂ. ഈ സമയത്ത് നമുക്ക് മീൻ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അങ്ങനെ മീനെല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഈ പാനിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കരിവേപ്പില അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ അടുപ്പത്ത് നിന്ന് ഈ എണ്ണയിൽ നിന്ന് ഈ കറിവേപ്പില നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ എണ്ണയിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്തെടുത്തത് ചേർത്താലും മതി. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർക്കാം. 1 ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തതാണിത്. ക്യാപ്സിക്കം ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കണത്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഉള്ളത്. ഈ 3 പൊടികളും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ തന്നെ വേണം കേട്ടോ ഇതിന്, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസ് ചേർക്കാം. ചില്ലി സോസും പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസുമാണ് ചേർക്കണത്. സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കി മറ്റ് 2 സോസുകളും ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതെല്ലാം അടുപ്പത്ത് ഇട്ട് നന്നായിട്ടൊന്ന് കുക്കായ ശേഷം ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒഴിക്കുകയാണ്. അങ്ങനെ ഇതും കൂടെ ഒഴിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിടാം. അതിനു മുമ്പ് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, മീൻ കഷ്ണങ്ങൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് അത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിൽ മീൻ വറുത്തത് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം. വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മി പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. അതും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ അളവ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കമ്മിയാക്കാം. എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് ഇതിൻ്റെ മുളകിൻ്റെയൊക്കെ അളവ് കുറച്ച് കമ്മിയാക്കിയാൽ മാത്രം മതി. ഇനി സ്റ്റൗ ഓഫാക്കാം. പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള ഫിഷ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോയിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ.
താങ്ക് യു.